മുജാഹിദുകളെയും കാഫിറാക്കിയിട്ടുണ്ട് എന്ന് റിസാല വായിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിട്ടുണ്ട്. ഇവര് മുജാഹിദുകളെയും കാഫിറാക്കിയിട്ടില്ലേ? സ്വന്തം മണികളെ മാത്രല്ല, ഇവര് ഒരു ആരെയും കാഫിറാക്കാത്ത ആൾക്കാരാണ് അവര് പറയാറ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. ഒരു മുസ്ലിമിനെയും കാഫിറാക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ തത്വമാണ്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, ഇവര് മുജാഹിദുകളെ കാഫിറാക്കിയത് കേൾക്കണോ? ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ, ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ആരെയൊക്കെയാ കാഫിറാക്കിയതെന്ന് കേട്ടോളൂ. മുജാഹിദ് ജമാഅത്തുകാരും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ചു പ്രചരിപ്പിച്ചു വരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുമെല്ലാം കാഫിറിന്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമയെ പോലുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കണ്ടോ? അപ്പൊ മുജാഹിദ് കാഫിറിന്റെ ലിസ്റ്റിലാണ്. ആരാ കാഫിറാക്കിയത്? നിങ്ങളുടെ പത്രത്തിലാണ്, നിങ്ങളുടെ റിസാലയിലാണ്, നിങ്ങളുടെ റിസാലയിലാണ് വന്നത്. കാഫിറാക്കിയിട്ടില്ലാന്നോ? ഇനി മുജാഹിദുകളെ കുറിച്ച്, മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയൊരു ഔലിയ എഴുതിയതെന്താ? മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയ ഒരു വലി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് പറയുന്ന ആൾ എഴുതിയത് കേട്ടോളൂ. വഹാബികളും മൗദൂദികളും, നിങ്ങൾ കേട്ടോ, വഹാബികളും മൗദൂദികളും ഖാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. എങ്ങനെ? വഹാബികളും മൗദൂദികളും ഖാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. കോട്ടിക്കുളം ഖാദിരി എഴുതാണ്, കോട്ടിക്കുളം ഖാദിരിയാണ് എഴുതുന്നത്. എന്ത്? തിന്നാൻ പാടില്ല. ഇനിയും കേട്ടോ, മാത്രമല്ല അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. ഇനിയും കേട്ടോ, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ അവരെയും കാഫിറാക്കാറില്ല, ഞങ്ങൾ ആരെയും അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. എന്താണ് ഇനി പറയാൻ പോകുന്ന വാചകം കേട്ടോ? വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണ് ചിന്തിക്കേണ്ടത്? വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന്. അതാ ആരാണ് എഴുതുന്നത്? കോട്ടിക്കുളം ഖാദിരിയാണ് എഴുതുന്നത്. ആരാ കോട്ടിക്കുളം ഖാദിരി? നിങ്ങളുടെ ആരുമല്ലാത്തയാളാണോ? ഏതോ രാഷ്ട്രീയക്കാരനാണോ? പറഞ്ഞു തരാം. കോട്ടിക്കുളം ഖാദിരിയുടെ മദ്ഹ് നിങ്ങൾ എഴുതിയത് കേൾക്കണ്ടേ? കോട്ടിക്കുളം ഖാദിരി പണ്ഡിത ലോകത്തെ വിസ്മയം. നിങ്ങൾ റിസാലയിൽ കൊടുത്ത മദ്ഹാണ്. മൂപ്പരൊരു മൗലൂദ് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൗഹീദും ശിർക്കും എന്ന പുസ്തകം വായിച്ചിട്ട് തെളിയിച്ചിട്ടുണ്ട്. മുജാഹിദുകൾ അസ്ലി കാഫിറുകളെക്കാൾ കടുത്ത കാഫിറുകളാണെന്ന് നിങ്ങളുടെ വലിയെന്ന് നിങ്ങൾ പറയാറുള്ള കോട്ടിക്കുളത്തുകാരൻ ഖാദിരി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയത് കേൾപ്പിച്ചിട്ടുണ്ട്. ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണെന്ന് മുജാഹിദുകളെ കുറിച്ച് നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് കേൾപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മുജാഹിദുകൾ ശാശ്വതമായി നരകത്തിലെന്ന് വിശ്വസിക്കാത്തവന്റെ വിശ്വാസം ശരിയാവും.